വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ശാലിനിയാണെങ്കിൽ ശിവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം കാറിലേക്ക് കയറാൻ നേരം ശിവനാണെങ്കിൽ അവിടെ മുറ്റത്തൂര് ചെല്ലുന്നുണ്ട്. അന്നേരം തിരിച്ച് ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് മധുര വരെ ഒന്ന് പോകണം, ശിവനും കൂടെ വരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ വരാം, വിളിച്ചാൽ മതി, സമയം അറിയിച്ചാൽ മതി, എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ശാലിനി ഇവിടെ നിന്ന് പോവുകയാണ്. അതേസമയം അവിടെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, പൈസയൊന്നും റെഡി ആയിട്ടില്ല. അന്നേരം ശാരിക ആണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട്. ബില്ലടച്ചിട്ടില്ലെങ്കിൽ അവർ കുഞ്ഞിനെ എന്നിങ്ങനെ പറയുകയാണ്, ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റും, നേരത്തെ അതിൽ കിടത്താൻ അസൗകര്യമുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അന്നേരം അതൊന്നും ആലോചിക്കേണ്ട എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നം ഈ പൈസയുടെ ആവശ്യം ശാലിനിയോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഗോപാലകൃഷ്ണൻ്റെ അഭിമാനം ശാലിനിയോട് ചോദിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അന്നേരം വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട്, ഞാൻ ചെന്നാൽ പൈസ കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണനാണെങ്കിൽ നേരെ പോകുന്നത് സത്യഭാമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഓട്ടോയിൽ അവിടെ ചെന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം പിള്ള ഉമ്മറത്തുണ്ട്. അന്നേരം അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഭാമയുണ്ട്, പൊന്നിയൊക്കെ ഇവിടെ ഉണ്ട്, എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് എന്നിങ്ങനെ അവരിരുന്ന് സംസാരിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ സത്യഭാമയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടേക്ക് ശാലിനി എത്തുന്നുണ്ട്. ഈ പൈസ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി അവിടേക്ക് എത്തുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ശാലിനി അറിയും അച്ഛൻ തന്നോട് ചോദിക്കാതെ ഇങ്ങനെ കടം വാങ്ങിക്കാനാണ് പൈസയ്ക്ക് വേണ്ടി വന്നതെന്നുള്ളത്. പക്ഷേ ശാലിനി സഹായിക്കുമായിരിക്കും, അതോ ഇനി സത്യഭാമ അവിടെ കൊടുക്കാൻ പറഞ്ഞിട്ട് ശാലിനി തിരിച്ച് ഭാമയ്ക്ക് കൊടുക്കുമോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ പിന്നീട് ശിവനോടൊപ്പം മധുരയിലേക്ക് അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിനായിട്ട് ഹോസ്പിറ്റലിൽ രേഷ്മയും ശിവനും ശാലിനിയും ഒക്കെ പോകുന്നതൊക്കെയാണ്. അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.